കോട്ടയം രാമപുരത്ത് ജ്വല്ലറി ഉടമയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ സംഭവത്തിൽ പൊള്ളലേറ്റ അശോകൻ മരിച്ചു. ഇന്നലെ രാവിലെയാണ് കണ്ടനാട്ട് ജ്വല്ലറി ഉടമ അശോകനെ മറ്റൊരു കടയുടമ തുളസീദാസ് തീ കൊളുത്തിയത്. തുളസീദാസിനെ പോലീസ് പിടികൂടിയിരുന്നു. ഇരുവരും തമ്മിൽ സാമ്പത്തിക തർക്കമുണ്ടായിരുന്നുവെന്നും ഇതാണ് കൊലപാതകത്തിന് കാരണമായത് എന്നുമാണ് പോലീസിന്റെ നിഗമനം. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, കഴിഞ്ഞ ദിവസമാണല്ലോ ഈ ഒരു സംഭവം ഉണ്ടായത്. ഇദ്ദേഹം മരിച്ചു അല്ലേ? അമൃത, 70% പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്നു കണ്ണനാട്ട് ജ്വല്ലറി ഉടമ അശോകൻ. ഇന്നലെ രാവിലെ 10:00 ഈ സംഭവം ഉണ്ടായത്. രാമപുരത്തെ അശോകന്റെ കടയിലെത്തിയ പ്രതി തുളസീദാസ് പെട്രോൾ ഒഴിച്ച് അശോകനെ തീ കൊളുത്തുകയായിരുന്നു. ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ് ഈ കുറ്റകൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. പിന്നീട് ഈ തുളസീദാസിനെ രാമപുരം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി ഇയാളുടെ അറസ്റ്റും രേഖപ്പെടുത്തി. നേരത്തെ മുതൽ തന്നെ ഇവർ തമ്മിൽ ചില സാമ്പത്തിക തർക്കങ്ങൾ നിലനിന്നിരുന്നതായി പോലീസ് പറയുന്നുണ്ട്. ഈ അശോകന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ ചില ഭാഗങ്ങൾ ഈ പ്രതിയായ തുളസീദാസ് വാടകയ്ക്ക് എടുത്തിരുന്നു. അതുകൂടാതെ മറ്റ് ചില സ്ഥലങ്ങളിലെ കടകളുടെ കെട്ടിടവും വാടകയൊക്കെ സംബന്ധിച്ച് ഇരുവരും തമ്മിൽ ചില തർക്കങ്ങളും അത് പോലീസ് കേസും കോടതി നടപടികളിലേക്കും വരെ എത്തിയിരുന്നു. ഇതിനൊക്കെ പിന്നാലെയായിരുന്നു ഈ ആക്രമണം. കരുതിക്കൂട്ടി പ്രതി ആസൂത്രിതമായി നടപ്പിലാക്കിയ കുറ്റകൃത്യമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ അശോകന്റെ മരണത്തോടുകൂടി ഇനിയിപ്പോൾ ചില നടപടിക്രമങ്ങൾ കൂടി പോലീസിനെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ പ്രതി തുളസീദാസ് ഇയാളിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണോ ജോസി? ഇന്നലെ ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി ഇയാളുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു. ഇനിയിപ്പോൾ കൊലപാതക കുറ്റം ചുമത്തി മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യും. അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഈ ആക്രമണത്തിന് മാത്രമായിരുന്നു കേസെടുത്തിരുന്നത്. ഇപ്പോൾ കൊലപാതക കുറ്റം കൂടി ചുമത്തി ഇയാൾക്കെതിരെ കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നും രാമപുരം പോലീസ് അറിയിക്കുന്നുണ്ട്. അതിദാരുണമായ ഒരു സംഭവമാണ്. രണ്ട് കടയുടമകൾ തമ്മിലുള്ള ചില തർക്കങ്ങൾ, ഒരാൾ സ്വർണ്ണക്കട ഉടമയും മറ്റൊരാൾ മറ്റു ചില വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുമാണ്. ഇത്തരത്തിലുള്ളൊരു തർക്കങ്ങളും ഈ വാടകയെ ചൊല്ലിയും അതോടൊപ്പം കട നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില തർക്കങ്ങളും ഒക്കെയും ആണ് ഈ ആരും കുറ്റകൃത്യം നടത്താൻ തുളസീദാസിനെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും.